അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ, വർത്താനം സുഖം തന്നെ അല്ലേ? നമുക്കിവിടെ സുഖമാണ് അൽഹംദുലില്ലാ. നമ്മളിവിടെ ഉണക്കൽ മീൻ വെച്ചിങ്ങാണ്ടേ കത്തിരിക്ക ഇട്ടുങ്ങാണ്ട് ഒരു കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടുകാർക്കാണ് കാട്ടിത്തരും ചെയ്യാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടോക്കി കണ്ടുങ്ങാണ്ട് നിങ്ങളും ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കി. നല്ല ടേസ്റ്റാണ് കേട്ടോ മക്കളെ, നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ കത്തിരിക്ക ഒന്നുണ്ടായിരുന്നിങ്ങാണ്ടേ ഉപ്പുവെള്ളത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ, അതിൻ്റെ കറ ഒന്നിട്ട് ഇളകാൻ. കാരണം നല്ല കറ ഉണ്ടാവും. അപ്പോൾ ആ കറയൊക്കെ എന്നിട്ട് ഇളകി പോകും ഈ ഉപ്പുവെള്ളത്തൊക്കെ ഇട്ടാൽ. നമ്മൾ കുറേ ആയി ഇപ്പോൾ കത്തിരിക്കയും കരുവാടും വെച്ചിട്ട്. ഇവിടെ കത്തിരിക്കയും കരുവാടും എന്നാ പറയാ. എൻ്റെ കൂട്ടുകാർക്ക് അറിയാത്തവരുണ്ടാവും, ഞാൻ സേലത്താണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. ഉണക്കൽ മീൻ ഒറ്റയ്ക്ക് ഇട്ടുങ്ങാണ്ട് കറി വെക്കൂല, എന്തെങ്കിലും ഇട്ടുങ്ങാണ്ടാണ് കറി വെക്കുക കേട്ടോ. അപ്പോൾ അതാ അത് അരിഞ്ഞ് കഴിഞ്ഞു. നമുക്ക് വെള്ളമല്ല മക്കളെ, കുറേ ദിവസമായിട്ട് വെള്ളം വന്നിട്ടില്ല. അപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് വെള്ളം എടുത്ത് വെച്ചതാണ് ഒക്കെ കൊടുത്തൽ. അപ്പോൾ അതിക്ക് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ. 4 തക്കാളിയും കുറച്ച് വല്യുള്ളിയും കുറച്ച് വെളുത്തുള്ളിയൊക്കെ ആദ്യം അതൊന്നുകൂടെ അരച്ചെടുക്കണം. ഉള്ളിയും തക്കാളി അതിക്ക് വേണ്ട മസാലകളും ഒക്കെ കൂടി അതിക്ക് ഇട്ടുങ്ങാണ്ടേ ഒന്നുകൂടെ അരച്ചു കൊടുങ്ങാണ്ട് ആ മാറ്റി വെച്ചിരിക്കണം ഉള്ളി അതിക്ക് വാട്ടാനുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വെക്കുന്നത് തേങ്ങ അരക്കാതെയാണ്. തേങ്ങ അരച്ചിങ്ങാണ്ടും വെക്കും. നമുക്ക് കുറച്ച് കറി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ചിങ്ങാണ്ട് കുറച്ച് കറി ആക്കി വെക്കണം. ഇതിപ്പോൾ നമ്മളോട് തേങ്ങ അരക്കാതെയാണ് വെക്കുന്നത്. ഇതാ 1 സ്പൂൺ മുളകും പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിക്ക് വേണ്ടത് അതിക്കാണ്ട് ഇട്ടുങ്ങാണ്ട് അരച്ചു കൊടുക്കണം. ഇതാ ഈ ചട്ടിക്ക് ഇത് അരിഞ്ഞങ്ങാണ്ടേ ഉള്ളി അരിഞ്ഞങ്ങാണ്ട് പറ്റ ചെറുതാക്കി മെലിസാക്കി അരിയൊന്നും വേണ്ട കേട്ടോ. ഒന്നങ്ങോട്ട് 4 കഷ്ണമാക്കി അരിഞ്ഞിട്ടുങ്ങാണ്ടേ ഒരു മഞ്ഞ കളറാകുമ്പോൾ ചുവന്ന കളർ അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഈ അരച്ചു കൊടുക്കുന്ന മസാല കണ്ടിട്ട് പാർന്നുങ്ങാണ്ട് ഇളക്കി കൊടുക്കുക. ഒന്നാണ് പച്ചമണം മാറുവോളം. പക്ഷെ മൂത്ത കത്തിരിക്ക ആകരുത് കേട്ടോ, പിഞ്ച് കത്തിരിക്കയാണേ എന്നെങ്കിലുള്ള അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. ഇത് പറ്റ പിഞ്ച് കത്തിരിക്കയാണ്. ഇനിയിപ്പോൾ അതായിക്കോ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിങ്ങാണ്ടേ ആ ഉണക്കൽ മീൻ ആദ്യം ഈ ചട്ടിയിലുണ്ട് വറുത്തെടുക്കണം കേട്ടോ. വറുത്തുങ്ങാണ്ടാണ് പരിപാടി. നല്ല ടേസ്റ്റാണ്. നമ്മളെ മാതിരി പച്ചക്കണ്ട് ഇട്ടുങ്ങാണ്ടല്ല കേട്ടോ ഉണക്കൽ മീൻ്റെ കറി. അത് എപ്പോൾ ഉണക്കൽ മീൻ കറി വെക്കുകയാണെങ്കിലും വറുത്തിട്ടേ ഇടുള്ളൂ. ഉണക്കൽ മീൻ വറുക്കണത് ശരിക്കും കാണുന്നില്ലല്ലേ, അത് നമ്മൾ ശ്രദ്ധിച്ചില്ല മക്കളെ. അപ്പോൾ നോക്കാം നിങ്ങൾ നല്ലോണം മുരിഞ്ഞിക്കണം കേട്ടോ. ഈ മീനാകുമ്പോൾ അതിൻ്റെ തലയും കുടലും ഒന്നും എടുത്താൽ പിന്നെ അതിനൊന്നുമില്ലേ. തലയും കുടലൊക്കെ ഒഴിവാക്കിയതാണ്. തല ഉണ്ട് കേട്ടോ, തല ഞാൻ ഒഴിവാക്കിയിട്ടില്ല. അതിൻ്റെ ഉള്ളത്തെ കാട്ടവും ഇതൊക്കെ ഉണ്ട് ഒഴിവാക്കിങ്ങാണ്ടേ അങ്ങനെ നല്ലോണം കേൾക്കണം. ഇവിടുത്തെ മീനിൻ്റെ കളറ് കണ്ടില്ല നിങ്ങൾ കവർന്നെടുത്തപ്പോൾ അതേമാതിരി ചുവന്ന കളറേ കാരണം. അപ്പോൾ നമുക്കൊരു മനസ്സൊക്കെ പിടിച്ചില്ല. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഉപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് അതിൽ ഇട്ട് വെച്ച് കുറേ നേരം ഇട്ട് വെച്ചിങ്ങാണ്ട് പിന്നെയാണ് കേൾക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ കളറ് മാറി കിട്ടും, സാധാരണ മീനിൻ്റെ കളറായി കിട്ടും. അപ്പോൾ അതാ ഉള്ളിയും വെളുത്തുള്ളിയും ഇതൊക്കെ അതിൽ ഇട്ടിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് വാടിങ്ങാണ്ട് നമ്മൾ ഈ അരച്ച മസാല അതിൽ ഇട്ട് കൊടുക്കുക.
ഞാൻ നല്ലോണം ഒന്നിട്ട് ഇളക്കിങ്ങാണ്ടേ അതിൻ്റെ പച്ചമണം മാറോളം ഒന്നിട്ട് ഇളക്കുക. അടുപ്പത്ത് തന്നെ കിടക്കണം. നല്ലോണം പച്ചമണം മാറിയതിൻ്റെ ശേഷമുള്ളൂ അതിക്ക് പുളിയും ഒഴിച്ച് പാരണം. ഇപ്പോൾ കണ്ടില്ലേ എണ്ണ അങ്ങോട്ട് തെളിഞ്ഞ് വരുന്നു. അങ്ങനെ എണ്ണ തെളിഞ്ഞ് വരണം. അപ്പോൾ ഉള്ള അതിൻ്റെ ഇത് കിട്ടുക, ടേസ്റ്റ് കിട്ടുക. നമ്മളിവിടെ പുളി ഇങ്ങോട്ട് നോണ്ടി പിഞ്ഞ് വെച്ചിനും അത് അയക്കൊണ്ട് പാരുക. അത്യാവശ്യം നല്ല പുളി തന്നെ ഇരുന്നോട്ടെ കേട്ടോ, എന്നെങ്കിലുള്ള ടേസ്റ്റ് ഉണ്ടാക്കുക. പുളി എരും നല്ലോണം വേണമെന്നെങ്കിലുള്ളൂ ഉണക്കമീൻ്റെ ഇതിന് ടേസ്റ്റ് കിട്ടുക. പൊന്നാര മക്കളെ, വെള്ളം ഇല്ലാത്തതുകൊണ്ടല്ലേ ഇടങ്ങാറ്. വെള്ളം ഈ വെയിലും ചൂടും എല്ലാം കൂടി ആയിട്ട് വെള്ളം കുറവാണ്, പറ്റ കുറവാണ്. നമുക്ക് കിണറില്ല, നമുക്ക് പൈപ്പ് വെള്ളമാണ്. അത് വരുമ്പോൾ ടാങ്കിൽ കയറ്റും മോട്ടർ അടിച്ചിങ്ങാണ്ട്. അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അടട്ട് കൊടുത്തു കേട്ടോ. നമ്മൾ ഉണക്കൽമീൻ്റെ മാതിരി ഉപ്പൊന്നും ഉണ്ടാവില്ല ഇവിടുത്തെ ഉണക്കൽമീൻ. വെച്ചാലും അതിനൊരു ഉപ്പും പുളിയും കിട്ടില്ല. പക്ഷേ അതിൻ്റെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും ഉണക്കൽമീൻ്റെ. കൂടുതൽ കറിയായിട്ടൊന്നും വെക്കണില്ല കേട്ടോ, വെള്ളം കുറവാണ്. അപ്പം ഇതാ നമ്മൾ ഈ അരിഞ്ഞ് വെച്ച കത്തിരിക്ക കഴിക്കാൻ ഇട്ട് കൊടുത്തങ്ങാണ്ടേ നല്ലോണം അങ്ങോട്ട് ഇളക്കുക. അപ്പോൾ ഇതാ എന്നാൽ കത്തിരിക്കൊക്കെ നീന്തി കളിച്ചാലുള്ള വെള്ളമല്ല, എന്നാൽ വേവയുള്ള വെള്ളം ഉണ്ടേനു. അങ്ങനെ ഉണക്കൽമീൻ ഇങ്ങനെയാണ് ഇടുക കേട്ടോ. അപ്പോൾ കത്തിരിക്ക വെന്ത് കഴിഞ്ഞിക്കണ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ മറന്നു. അപ്പോൾ അതാ ഉണക്കൽമീൻ അയക്കാൻ ഇട്ടിക്കണ്, കത്തിരിക്ക വേവും ചെയ്തിക്കണ്. ഇനി ഇതൊന്നും കൊണ്ട് കുറച്ച് നേരം ഒന്നും തിളച്ചാൽ ഒന്നും കൊണ്ട് തിളച്ചിങ്ങാണ്ട്, കാരണം അത് വറുത്തതല്ലേ, അതിന് ഒന്നുകൊണ്ട് ഉപ്പും പുളിയും പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൊണ്ട് ചൂടാവണം. അപ്പോൾ എന്നും പറയണ മാതിരി തന്നെ എൻ്റെ കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മക്കളെ, അത് നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മളെ കറി റെഡി ആയിക്കണേ, നമ്മളിവിടെ ചോറ് നിൽക്കണം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.